മലകൾക്കിടയിലൂടെയൊക്കെ ഉദിച്ചു കിളികളുടെയൊക്കെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ ഗൈസ്? സംഭവം എന്ന് വെച്ചാൽ ശ്രുതി എണീറ്റില്ല. ശ്രുതി പക്ഷേ ഉറങ്ങിക്കോട്ടെ. ഇന്നലെയൊക്കെ നല്ല പണിയായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, ബുക്ക് വായിച്ചിരിക്കുക. അപ്പൊ ശ്രുതി എണീക്കുന്ന സമയമുണ്ടല്ലോ. ശ്രുതി ശരിക്കും എനിക്ക് തന്നെ എണീറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങിയ ആളാണ്. രാവിലെ തന്നെ നല്ല കോടയാണ് ഗൈസ്. അതിന്റെ ഇടയിൽ ചെറിയൊരു വെയിലും കൂടി അടിക്കുന്നത് കാണിച്ചു തരാം. രാവിലെ തന്നെ ആ സൂര്യന്റെ പ്രകാശവും ഈ കാണുന്ന കോടമഞ്ഞും കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ആർജ് ഇതുവരെ എഴുന്നേറ്റില്ല, പോയി നോക്കിയൊക്കെ എണീക്കുന്നു. ഇന്നലത്തെ മഴയിൽ ഫുള്ളും തുണി നനഞ്ഞ് പിണ്ടിയായി. ഇനി ഒന്ന് പിഴിഞ്ഞു ഉണക്കണം. ആർജ് എഴുന്നേറ്റില്ല, സുഖം ഉറക്കണം. ആർജ് എഴുന്നേറ്റ് എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ശ്രുതി ഇപ്പൊ എണീറ്റ് വന്നപ്പോഴാണ് പറഞ്ഞത്. ശ്രുതി നേരത്തെ എണീറ്റ് വന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രുതി കുക്കിംഗ് തുടങ്ങാൻ വേണ്ടി പോവാണ്. ശ്രുതി ഇന്നലെ ഓൾറെഡി മാവ് അരച്ചു ചേർന്നു. അരി വെള്ളത്തിലിട്ട് അരച്ചു ചേർന്നു. അപ്പൊ അത് വെച്ച് ദോശയാണ് ഇഡലിയാണോ ശ്രുതി? ദോശ.